കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി റിലീസിംഗ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാമെന്ന് കോടതി. സിംഗിൾ ബെഞ്ച് ജഡ്ജി സിനിമ മുഴുവനായി കാണാതെ ചില ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. ഈ പശ്ചാത്തലത്തിൽ CBFC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് പറയാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ശരിയാണ്. രേഷ്മ, വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത്. സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ സിനിമയുടെ പ്രദർശനത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നു. എന്തായാലും അതെല്ലാം തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്? രാഖി, കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമ അത് പ്രദർശനം നടത്താം. അതിന്റെ പ്രദർശനം തടഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സ്റ്റേ ചെയ്തത്. നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ചില നിരീക്ഷണങ്ങൾ കൂടി ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുണ്ട്. അതായത്, ഈ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ക്രമസമാധാനം ലംഘിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേ അതൊരു മതിയായ കാരണമല്ലെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട ചുമതലയും ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണെന്നുള്ള നിരീക്ഷണവും ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ പ്രദർശനം തടയാനാകില്ല. വിദഗ്ധ സമിതി കൃത്യമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാണ് അനുമതി നൽകുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജി ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ചിത്രം മുഴുവനായും പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ CBFC അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സിംഗിൾ ബെഞ്ച് കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ പ്രദർശനം തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അങ്ങനെ വൈകുന്നേരത്തോടുകൂടി ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ സമർപ്പിച്ചു. പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ്.